കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കാൻ പോവുകയാണ്. GST പരിഷ്കരണത്തിലൂടെ ട്രംപിന്റെ തീരുവയ്ക്ക് നല്ല പണി കൊടുത്ത നിർമ്മലാ സീതാരാമൻ ഇനി വരാനിരിക്കുന്ന പ്രതിസന്ധികളെ കൂടെ കണക്ക് കൂട്ടിയായിരിക്കില്ലേ മുന്നോട്ട് നീങ്ങുന്നത്? നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായിട്ടുള്ള ബജറ്റുകൾ അതിന് മുൻപുണ്ടായിരുന്ന പല സങ്കല്പങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടുള്ള ബജറ്റുകളാണ് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് സ്വാഭാവികമായും റെയിൽവേ ബജറ്റ് ഒരു ഭാഗത്തും പൊതു ബജറ്റ് മറുഭാഗത്തുമായി നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വികസന മേഖലകളെ തരംതിരിച്ച് ഫണ്ട് അലോക്കേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ് നേരത്തെ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് റെയിൽവേ ബജറ്റ് ഉൾപ്പെടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള പൊതു ബജറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ റെയിൽവേയുടെ നേരത്തെ റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ റെയിൽവേ ബജറ്റ് ഇല്ല. റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ പൊതുവികസനം എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും എല്ലാ മേഖലകളെയും അതൊരു സർവസ്പർശി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കോമൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായിട്ടുള്ള വികസനം എന്നുള്ളതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഉദാഹരണത്തിന് 2010-2015 കാലഘട്ടത്തിലെ 95-2000 കാലഘട്ടത്തിലെ ഒക്കെ ഫിനാൻസ് കമ്മീഷനുകൾ, അതായത് 10ാം ധനകാര്യ കമ്മീഷൻ, 11ാം ധനകാര്യ കമ്മീഷൻ, ആ ധനകാര്യ കമ്മീഷനുകളുടെയൊക്കെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് കൊടുക്കേണ്ട ഫണ്ടിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വിഹിതം തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സംസ്ഥാനം അപ്പോൾ നിൽക്കുന്ന വികസന സൂചിക ഏതാണ്, അവിടുത്തെ ഏത് മേഖലയാണ് വികസിച്ചിട്ടുള്ളത്, മറ്റേതെങ്കിലും മേഖല ഇനി മുന്നോട്ട് പോകാനുണ്ടോ, അതിനെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്നുള്ള നിലക്കല്ല, സംസ്ഥാനത്തിന് ഇത്ര വിഹിതം എന്നുള്ള നിലക്കാണ്. ആ കാഴ്ചപ്പാട് 15ാം ധനകാര്യ കമ്മീഷനിൽ മാറി. 15ാം ധനകാര്യ കമ്മീഷൻ 2021-25 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, 26 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ 2021 നമ്മളുടെ കാഴ്ചപ്പാട് എല്ലാ സംസ്ഥാനത്തും എല്ലാ മേഖലയിലുമുള്ള വികസനത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതിലേക്ക് മാറി. അങ്ങനെ ധനകാര്യ കമ്മീഷൻ 15 സൂചികയുടെ അടിസ്ഥാനത്തിൽ 15 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 15 പോയിൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ വികസന സാധ്യതകൾ കണക്കാക്കുകയും സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അലോക്കേഷൻ അങ്ങനെ മാറ്റുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിന് ഇപ്പോൾ കുറവ് കിട്ടുന്നു എന്നാണ് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദം. പക്ഷേ അതേ സമയത്ത് തന്നെ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. GST വന്ന സമയത്ത് GST നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ മേഖലയിലും എല്ലാ സംസ്ഥാനവും വികസിക്കുക. വികസനം എന്നുള്ളത് ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, വികസനം എന്നുള്ളത് ആഗോളതലത്തിൽ നടക്കുന്ന വികസനത്തിൻ്റെ ഭാഗമായി രാജ്യം മുഴുവൻ വികസിക്കുക, രാജ്യത്തെ എല്ലാ മേഖലയിലും വികസനം ഉണ്ടാവുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പൊതു ബജറ്റുകൾ മാറി. ഉദാഹരണത്തിന് നമ്മളുടെ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് സാധാരണ നിലക്ക് നമ്മുടെ ഒരു വർഷക്കാലത്തേക്കുള്ള വികസന തോത് പറയും. അത് 5%, 6%, 7% എന്നൊക്കെ പ്രഖ്യാപിക്കും. അതിൻ്റെ പകുതി പോലും പലപ്പോഴും പൂർത്തീകരിക്കപ്പെടാറില്ല. അല്ലെങ്കിൽ ബജറ്റിൽ കമ്മി പ്രഖ്യാപിക്കും, പക്ഷേ അത് പൂർത്തീകരിക്കപ്പെടാറില്ല. ബജറ്റിൽ ഫണ്ട് അലോക്കേഷൻ വരും, 40%, 50% ഒക്കെ അത് ചിലവാക്കും, പക്ഷേ പൂർണ്ണമായും ബജറ്റ് അലോക്കേഷൻ നടന്നു പോകുന്നൊരു പ്രോസസ്സില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം, ബജറ്റിന് ശേഷമുള്ള പദ്ധതികളുടെ അക്കൗണ്ടിങ് സിസ്റ്റം കുറച്ചുകൂടി കൃത്യത വരുത്തി. അങ്ങനെ കൃത്യത വരുത്തിയോടുകൂടി അക്കൗണ്ടിങ് സിസ്റ്റം കൃത്യത വരുത്തി എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് അലോക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഫണ്ട് അലോക്കേഷൻ നടത്തുന്ന വകുപ്പിൽ അത് ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ അതിന് ഫണ്ട് ലാപ്സായി പോയിട്ടുണ്ടോ ഇല്ലയോ, ഇത് കൃത്യമാക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിന് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ടിൻ്റെ 40% മുതൽ 50% വരെ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി ലാപ്സായി പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച്. അപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയാതെ വരിക എന്നുള്ളത് പദ്ധതി നടത്തിപ്പിലെ കാലതാമസമോ പദ്ധതി നടത്തിപ്പിന് പ്രായോഗികമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനങ്ങൾ എത്തുകയോ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. അത് ആ ഫണ്ട് അലോക്കേഷൻ നടത്തുന്ന പ്രോജക്റ്റുകളെല്ലാം തന്നെ കുറച്ചുകൂടി കൃത്യതയോടുകൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞു. സംസ്ഥാനങ്ങളെ കൊണ്ട് അതിന് ഈ അക്കൗണ്ടുകൾ കൃത്യമാക്കുന്നതിലൂടെ കഴിഞ്ഞു എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള പരാതി സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിക്കാറുണ്ട്. അതിന് മുൻ വർഷങ്ങളിൽ അക്കൗണ്ടുകൾ കൊടുത്താൽ മാത്രമേ ഫണ്ട് അലോക്കേഷൻ വരൂ. ഇപ്പം നമ്മുടെ ഇത് ഡിജിറ്റലൈസേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അക്കൗണ്ടിങ് സിസ്റ്റം ഡിജിറ്റലൈസേഷനിലേക്ക് മാറിയപ്പോൾ ഫണ്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്താൽ, സംസ്ഥാനത്തിന് കൊടുത്താൽ, വകുപ്പിന് കൊടുത്താൽ, ആ ഫണ്ട് പദ്ധതിക്ക് ചിലവാക്കി തീർത്താൽ അതിൻ്റെ കണക്ക് തിരിച്ചു പോകണം. കണക്ക് പോയാലേ അടുത്ത ഫണ്ട് അലോക്കേഷൻ വരൂ. അപ്പോൾ സിസ്റ്റം കുറച്ചുകൂടി സുതാര്യമായി, സിസ്റ്റം കുറച്ചുകൂടി സ്പീഡായി, ടെക്നിക്കലായി. അതിൻ്റെ പ്രയോജനം എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പ്രയോജനം പദ്ധതികൾക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ വരാൻ പോകുന്ന ബജറ്റിലാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് 7.4% രാജ്യത്തെ GDPയുടെ വളർച്ചയും വികസനവുമാണ്.
എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്കെതിരെ അമേരിക്ക വലിയ തീരുവ കൊണ്ടുവരുന്നു, 100% തീരുവ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുദ്ധ സംവിധാനങ്ങളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് നമുക്ക് വലിയ സാങ്ഷനിങ് ഏർപ്പെടുത്തുന്നു, നമ്മളെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നു, പ്രധാനമന്ത്രി എടുക്കുന്നില്ല എന്ന് പ്രചരണം നടത്തുന്നു. അപ്പോൾ എത്രയോ ബാലിശമായിട്ടുള്ള പ്രത്യേകിച്ച് ഇക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് യൂറോപ്യൻ യൂണിയനുമായി നമ്മുടെ രാജ്യം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ചർച്ചയും എഗ്രിമെൻറ്റുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ 5 ട്രില്യൺ എന്ന് പറയുന്ന എക്കോണമിയിലേക്ക് കടക്കും. അത് മാത്രമല്ല നമ്മുടെ രാജ്യം 3ാമത്തെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കടന്നു വരുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ 4ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 2014 10ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യം ഇന്ന് ആഗോള വികസന സൂചികയിൽ 4ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ നമ്മുടെ രാജ്യം എവിടേക്ക് പോകണം, ഏത് തലത്തിലേക്ക് ഉയർത്തപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചികയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള നമ്മുടെ കരാർ. യൂറോപ്യൻ യൂണിയൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൽ ഒരു വലിയ മാറ്റമുണ്ടാകാൻ വേണ്ടി പോകുന്നു. അഗ്രികൾച്ചറൽ മേഖലയിലെ പോലെ തന്നെയാണ് കടൽ മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ എക്സ്പോർട്ട് ഇൻകവും. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കൊപ്പം തന്നെ AI എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആഗോളതലത്തിൽ നടന്നിട്ടുള്ള സമ്മിറ്റിൽ ടെക്നോളജിക്കൽ നോഹൗ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് AI സാങ്കേതിക വിദ്യയോടുകൂടി വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറുകയാണ്. എല്ലാ രാജ്യങ്ങളും അതിനെ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. 2 തരത്തിലാണ്. ഒന്ന്, ഇവിടെ ഉണ്ടാക്കുന്ന ചിപ്പുകൾ, സെമി കണ്ടക്ടറുകൾ. അതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെമി കണ്ടക്ടറുകളുടെ പ്രൊഡക്ഷൻ സെൻറ്ററായി ഇന്ത്യ മാറണം എന്നുള്ളത്. അതിനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2, ചിപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ആക്സസറീസ്. ഇതിൻ്റെ എല്ലാം വലിയ ഉൽപ്പാദന മേഖലയും അതിൻ്റെ എല്ലാം വിതരണ കേന്ദ്രവുമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഗോള ഹബ്ബായി ഇന്ത്യ മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, യൂറോപ്യൻ യൂണിയനുമായി നമ്മൾ നടത്തിയിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ മേഖലയാണ്. കാറുകളുടെ വില യിലുണ്ടാകുന്ന മാറ്റം, പ്രത്യേകിച്ച് ആഡംബര കാറുകൾ, ലക്ഷറി കാറുകൾ, പ്രീമിയം കാറുകൾ, ഇതിലൊക്കെ ഉണ്ടാകുന്ന വിലയിലുണ്ടാകുന്ന മാറ്റം, അത് ഇന്ത്യൻ ആഭ്യന്തര വിപണിയിലെ കാറുകളെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും കൂടി അത് ബാധിക്കും. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ബജറ്റിൽ ഒരു പക്ഷേ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വലിയ തീരുവ ഇളവുകളും അതുപോലെ തന്നെ അതിനുള്ള സാധ്യതകളും വരാനുള്ള അവസരങ്ങളുണ്ടാവുകയാണ്. ഇത് സ്വാഭാവികമായും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അതുണ്ടാകും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖല, നമ്മുടെ രാജ്യത്ത് നാഷണൽ ഹൈവേയുടെ വികസനം പോലെ തന്നെ, നാഷണൽ ഹൈവേയുടെ വികസനം എന്ന് പറഞ്ഞാൽ വലിയൊരു കൺസ്ട്രക്ഷൻ മേഖലയാണ്. അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് മേഖലയിലും ഉണ്ടാകുന്ന കൺസ്ട്രക്ഷൻ. അതിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ എടുത്തിട്ടുള്ള പോളിസി വ്യതിയാനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. പക്ഷേ കേരളത്തെ തിരിച്ചാണ് കേട്ടോ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷൻ മേഖലയും കേരളത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ഒരു നയമാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നതെല്ലാം BJP നയമാണ്, അത് ഞങ്ങൾ ഇവിടെ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ്, ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന ഒരു പ്രോസസ്സുണ്ടോ? കേരളത്തിലെ വലിയ പ്രോജക്റ്റുകൾക്ക് ബാങ്കുകളുടെ ഫണ്ടിങ് ഉണ്ടോ? ബാങ്കുകൾ ഫണ്ട് ചെയ്യാതെ ബാങ്കുകളുടെ ഫണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വികസനത്തിനുള്ള പദ്ധതികൾ ഉണ്ടാവാതെ എങ്ങനെയാണ് പ്രോജക്റ്റുകൾ ഉണ്ടാവുക? മറ്റ് സംസ്ഥാനങ്ങളിൽ അതാണല്ലോ നടക്കുന്നത്. വലിയ പ്രോജക്റ്റുകൾക്ക് ബാങ്കിൻ്റെ ഫണ്ടിങ് നടക്കുന്നു. ആ ബാങ്കുകളിൽ നിന്നുള്ള ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും MSMEകളും ചെറുകിട വ്യവസായങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ MSME വ്യവസായത്തിന് അങ്ങനെ ഒരു ബാങ്ക്, ഇപ്പോൾ കേരള ബാങ്കാണല്ലോ സംസ്ഥാനത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു ബാങ്ക്, ആ ബാങ്ക് MSME വ്യവസായത്തിന് ഫണ്ട് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി ഉണ്ടോ? കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അതിനുള്ള ശേഷിയുണ്ടോ? കേരളത്തിലെ കോപ്പറേറ്റീവ് ഫണ്ട് കൊടുക്കേണ്ടത് അങ്ങനത്തെ ചെറുകിട സ്ഥാപനങ്ങളാണ്. ആ ബാങ്കിങ് മേഖലയിലെല്ലാം നടക്കുന്ന അഴിമതിയാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ സാധ്യതകൾ കാണാതെ, അത് തുറന്നിടാതെ കേരളത്തിന് അതിനോട് ഒരുമിച്ച് പോകാൻ വേണ്ടി കഴിയില്ല. ഈ ബജറ്റിൽ നമുക്ക് സാധാരണക്കാർക്ക് നേരിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ? ഒന്ന്, അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സേവന മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള സാധ്യത, ഒപ്പം തന്നെ നേരത്തെ ഇൻഷുറൻസ് മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അടിസ്ഥാനപരമായി സാധാരണ ക്ഷേമ പദ്ധതികൾ വലിയ തരത്തിലുണ്ട്, നിലവിലുണ്ട്. അത് തുടരുക മാത്രമല്ല, അത് കൂടുതൽ പ്രഖ്യാപിക്കപ്പെടാനാണ് സാധ്യത. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും, പ്രത്യേകിച്ച് ഇൻഷുറൻസ് മേഖല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര
ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇൻഷുറൻസ് മേഖലയിൽ ഒരു വലിയ വിപ്ലവമാണ്. അതായത് ആക്സിഡൻറ്റിൽ പെടുന്ന ഒരാളെ സംബന്ധിച്ച് ആ ആൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 1.5 ലക്ഷം രൂപ വരെ PM രാഹത്ത് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നേരിട്ട് 7 ദിവസക്കാലത്തേക്ക് ഒരു പൈസയും കൊടുക്കാതെ ചികിത്സ ലഭിക്കുക, സൗജന്യ ചികിത്സ ലഭിക്കുക. ആ പദ്ധതി ഇൻഷുറൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ 5 ദിവസക്കാലത്തേക്ക് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. എന്തിനാ? 7 ദിവസത്തെ പദ്ധതി ഓൾറെഡി കേന്ദ്രത്തിൻ്റെ ഉണ്ട്. അപ്പോൾ 5 ദിവസമല്ല, ഇവർ ശരിക്കും 10 ദിവസം കൊടുക്കുമായിരുന്നെങ്കിൽ 3 ദിവസം അഡീഷണൽ കിട്ടുമായിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് 5 ദിവസം എന്ന് പറഞ്ഞപ്പോൾ ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 7 ദിവസത്തിനകത്ത് പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ഒരു പൈസയുടെ ചിലവില്ല, പ്രഖ്യാപനത്തിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഞങ്ങൾ 10 ദിവസക്കാലത്തേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ദിവസം സംസ്ഥാന ഗവൺമെൻറ് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റില്ല, ഒരു പ്രോസസ്സില്ല, ഒരു പദ്ധതിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ചെലവിൽ ഗോളടിക്കുക എന്നുള്ളത് അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഒരു പബ്ലിസിറ്റിയിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ PM രാഹത്ത് പദ്ധതി പോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ കാര്യത്തിൽ, യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും പ്രഖ്യാപിക്കുന്നതിന് തുടങ്ങുന്നതിൻ്റെ കാര്യത്തിൽ, മെഡിക്കൽ കോളേജുകൾ, IIT-കൾ, IIM-കൾ, എയിംസുകൾ ഒക്കെ എത്ര ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എത്രയോ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. റോഡുകളുടെ ദൈനംദിനം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന റോഡുകളുടെ കിലോമീറ്റർ 32 നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ. അപ്പോൾ അത്രയും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയ സ്പീഡായിട്ടുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് താഴെ തട്ടിലുള്ള സാധാരണക്കാർക്ക് വരെ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ, 5 ലക്ഷം വരെയുള്ള സൗജന്യമായിട്ടുള്ള ചികിത്സ. റേഷൻ കാർഡിൽ നിങ്ങളുടെ സാധാരണക്കാരൻ്റെ കാർഡ് അവൻ മഞ്ഞ കാർഡിന് പകരം അവൻ്റെ കാർഡിൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് 5 ലക്ഷം രൂപ വരെ സൗജന്യമായിട്ടുള്ള ചികിത്സാ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കുന്നതോട് രാജ്യത്ത് എത്രയോ ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. അത് നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല കേരളത്തിൽ. ഇനി ആയുഷ്മാൻ പദ്ധതി പോലെ തന്നെയാണ് സാധാരണക്കാരന് കുടിവെള്ളം കിട്ടേണ്ട പദ്ധതി. ആ കുടിവെള്ള പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി കേരളത്തിലെ സാധാരണക്കാരുടെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ആ കേന്ദ്ര പദ്ധതിയുടെ പ്രയോജനം പോലും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിന് ഈ 40% താഴെ മാത്രം വിഹിതം പലപ്പോഴും ചെലവാക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് വരാൻ പോകുന്ന ബജറ്റ് ഇപ്പം നാളെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അത് അംഗീകരിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ഇക്കോണമി 5 ട്രില്യൺ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് കടക്കുകയും അതിലേക്ക് അടുക്കുകയും ഒപ്പം തന്നെ എല്ലാ വികസന മേഖലകളിലും പദ്ധതികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ നടത്തിപ്പിൻ്റെ കാര്യത്തിലും സുതാര്യതയും കൃത്യതയും വേഗവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത്. അതിന് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനകത്തേക്ക് വരും. ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങളിലേക്ക് എത്തും. ലൈക്ക് ചെയ്യുക, വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.